ഹായ് ഓൾ, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്തെല്ലാം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ ഇത് ഇന്നൊരു അടിപൊളി ഫിഷ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല അടിപൊളി മൺചട്ടിയിൽ വെച്ചിട്ടുള്ള ഫിഷ് കറി എന്താണെന്നുള്ള നോക്കിയാലോ നമുക്ക്. അപ്പോൾ അതാ ഞാനിത് ആദ്യം തന്നെ ഒരു മൺചട്ടീൻ്റെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുക, മസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉലുവ ചേർത്ത് കൊടുക്കുന്നതിന് നമുക്ക് വയറൊക്കെ ക്ലീൻ ആകാൻ വേണ്ടി സഹായിക്കുന്നൊരു സാധനമാണ് ഉലുവ. അപ്പോൾ നമ്മളത് എന്തായാലും കുറച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിലൊക്കെ ചേർക്കാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പോൾ നമ്മൾ ഉലുവൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് നല്ല പച്ച കറിവേപ്പില നമുക്ക് നമ്മളെ വീട്ടിൽ നിന്ന് ഓടിക്കുന്നതാണെങ്കിൽ അത്രയ്ക്കും നല്ലതാണ് കേട്ടോ. കാരണം നമ്മൾ പുറത്തുനിന്നൊക്കെ കൊണ്ടുവരുന്നതിലേക്ക് ഒരുവിധം മരുന്നുകളൊക്കെ അടിച്ചിട്ട് കൊണ്ടുവരുന്നതെന്നൊക്കെ പറയുന്നത് കേൾക്കാം. അപ്പോൾ അത്യാവശ്യം നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് വേണ്ട അടുക്കള സാധനം, അതായത് ചില്ലറ ഇതുപോലെ തന്നെ ഇലകൾ, മല്ലിച്ചപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്നതല്ലോ കേട്ടോ. അപ്പോൾ അത് കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് നന്നായിട്ട് പൊട്ടിച്ചെടുക്കുക. അത് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ. നമ്മൾ കറിവേപ്പില നല്ല ചൂടുള്ള വെളിച്ചെണ്ണയിലിട്ട് പൊട്ടിക്കുന്ന സമയത്ത് വേറൊരു ടേസ്റ്റ് തന്നെ നമുക്ക് കറിക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ അത് പൊട്ടിയതിന് ശേഷം ഞാനിതാ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് ചതക്കിയത് ചേർത്ത് കൊടുക്കുക. ഒരു 5-6 വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചിയും കൂടി നന്നായിട്ട് ചതക്കിയെടുക്കുക. എന്നിട്ട് അതും കൂടി ചേർത്തിട്ട് അതിൻ്റെ പച്ചച്ചോയ മാറുന്ന രീതിക്ക് നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയെടുക്കുക. എന്നിട്ട് ഒരു 10-15 കുഞ്ഞുള്ളി നല്ല ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ വാട്ടിയെടുക്കുക കേട്ടോ. ഇത് നമുക്കൊന്നും കൂടി വാടി കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നാലും നമുക്ക് നന്നായിട്ട് ഉള്ളികൾ മുരിഞ്ഞു പോകാതെ കരിഞ്ഞു പോകാതെ നമുക്ക് വാടിയിട്ട് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അത് എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഉള്ളി നന്നായിട്ട് വാടി കിട്ടുകയും ചെയ്യും, എന്നാൽ കരിഞ്ഞു പോകത്തില്ല കേട്ടോ. അപ്പോൾ അതെല്ലാവരും ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ട് വാട്ടിയെടുക്കുക. നമുക്ക് ഉള്ളി കരിയാതെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് തന്നെ വാടണേ. ഇത് ഈ മൂന്നും, അതായത് അതായത് നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുള്ളിയൊക്കെ നന്നായിട്ട് തന്നെ വാടി കിട്ടുന്നവരെ ഇളക്കി കൊടുക്കണം. ഒരു 10-15 മിനിറ്റ് ജസ്റ്റ് കൈവെക്കാതെ ഒന്ന് ഇളക്കി കൊടുത്താൽ നമുക്കത് ഒരു 10 മിനിറ്റ് ജസ്റ്റ് ഒന്ന് വാട്ടി കൊടുത്താൽ തന്നെ നമുക്കത് കിട്ടും കേട്ടോ. ചെറിയ തീയിലിട്ട് വാട്ടി കൊടുത്താൽ മതി, ഫുൾ ഫ്ലെയിമിലിട്ടാൽ നമുക്കത് കരിഞ്ഞു പോകും. എന്നിട്ട് ഒരു 3 മീഡിയം സൈസുള്ള തക്കാളി റൗണ്ടിലോ എങ്ങനെയാണോ നിങ്ങൾക്ക് മുറിച്ചിടാൻ ഇഷ്ടം അതുപോലെ മുറിച്ചിട്ടതിന് ശേഷം നന്നായിട്ട് വാറ്റിയെടുക്കാം. അതായത് തക്കാളിയുടെ കഷ്ണം ഉണ്ടാകാൻ പാടില്ല. നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കുക. തക്കാളിയെ വേവിച്ചിട്ട് ഉടച്ചെടുക്കുക. ജസ്റ്റ് നമ്മൾ ഒരു 10-15 മിനിറ്റ് നമ്മൾ തക്കാളി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി, എന്നിട്ട് ഒരു 10-15 മിനിറ്റ് ചെറിയ സ്ലോ ഫ്ലെയിമിൽ എന്താക്കുക വെച്ചാൽ തന്നെ നമുക്ക് തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അതിനിടയിൽ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം. അതായത് തേങ്ങയുടെ അരപ്പ്. അത് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് എത്രയാണോ കറിയുടെ അളവ് വേണ്ടത് അതിനനുസരിച്ച് തേങ്ങ ചിരകിയെടുക്കണേ. അപ്പോൾ നിങ്ങൾക്ക് കറി കൂടുതൽ വേണമെങ്കിൽ കുറച്ച് തേങ്ങ കൂടുതലെടുക്കുക, കുറവ് മതിയെങ്കിൽ കുറച്ച് കുറവ് എടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ആ തേങ്ങ ചെറിയ ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് കുഞ്ഞുള്ളി, അത് രണ്ട് അല്ലി കുഞ്ഞുള്ളിയെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കാരണം നമ്മൾ വാട്ടാനും എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കറി ഒന്ന് താളിച്ച് വയ്ക്കാനും വേണം. അപ്പോൾ എല്ലാത്തിനും കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കുന്നതിനെ കൊണ്ട് ഈ തേങ്ങ അരയ്ക്കുന്നവർ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2 കുഞ്ഞുള്ളി എടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ്. 2 കുഞ്ഞുള്ളി, അതുപോലെ തന്നെ കുറച്ച് വലിയ ജീരകം, ചെറിയ ജീരകമല്ല വലിയ ജീരകം തന്നെ എടുക്കുക. പച്ച ജീരകം ഉണ്ടല്ലോ അതന്നെ എടുക്കുക. കുറച്ച് അതും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ചിലർ അമ്മിയിൽ അരയ്ക്കുന്നതായിരിക്കും ഇഷ്ടം, അങ്ങനെയെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നമുക്ക് മിക്സിയിൽ അരയ്ക്കുന്ന പോലെ അരച്ചെടുക്കുക. പക്ഷെ നന്നായിട്ട് അരഞ്ഞു കിട്ടണമെന്നേ ഉള്ളൂ കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക. ഇതാണ് നമ്മൾ ഇതിലേക്ക് കൂട്ടുന്ന തേങ്ങ അരപ്പ്. അപ്പോൾ വേറെ മസാലപ്പൊടികളൊന്നും നമ്മൾ തേങ്ങയിൽ ചേർക്കാതെ തന്നെ അരച്ചെടുക്കുന്നത്. അത് നമ്മൾ വലിയ ജീരകം ആവശ്യമുള്ളവർക്ക് കുറച്ച് കുഞ്ഞുള്ളി കൂടി ചേർത്തിട്ട് മാത്രം അരച്ചെടുക്കുന്നതാണ് ഈ അരപ്പ്.
അപ്പോൾ അപ്പോഴേക്കും നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ടാവും കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അടിയിൽ പിടിക്കുന്നത് നോക്കണം കേട്ടോ. നമ്മൾ ചട്ടിയിലേക്ക് അരിഞ്ഞു പോകുന്നുണ്ടോ നോക്കണം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമുക്ക് മൂടി വെച്ചാൽ മതി കേട്ടോ. വാടുന്നവരെ മൂടി വെച്ച് ഇളക്കി കൊടുത്തതിന് ശേഷം മാത്രം എടുക്കാം കേട്ടോ. ഇത് കണ്ടില്ല, ഇപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ 2-3 പച്ചമുളക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണേ. അതായത് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കുക. 2 ടീസ്പൂണ് നല്ല ചുവന്ന മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഓവറായിപ്പോണ്ട് എരി കൂടിപ്പോകും കേട്ടോ. അതുപോലെ തന്നെ 2 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ പാകത്തിന് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക കേട്ടോ. മസാലേനെ നന്നായിട്ട് തന്നെ വറുത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. കുറച്ചധികം നേരം തന്നെ വറുത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കണേ. ഇത്രത്തോളം നമ്മൾ മസാല വറക്കുന്നു അത്രത്തോളം നമുക്ക് കറിക്ക് വേറൊരു ടേസ്റ്റ് തന്നെയായിട്ട് കിട്ടും കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ ഈ രൂപത്തിൽ കറി ഉണ്ടാക്കുന്നില്ലെങ്കിൽ ഒന്നും ഉണ്ടാക്കി നോക്കണം. നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മസാലയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. അത്യാവശ്യം ഒരു 5-6 മിനിറ്റ് നമുക്ക് കൈവെക്കാതെ തന്നെ മസാലയൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വറുത്തെടുത്താൽ തന്നെ നമ്മുടെ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ മസാലയൊക്കെ ഏകദേശം അതായത് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. അതായത് മീൻ വേകുന്ന രീതിക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആ വെള്ളം തിളയ്ക്കുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്താക്കാം, മീൻ ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണേ. മീനിനെ അത്യാവശ്യം നല്ലോണം തന്നെ വേവിച്ചെടുക്കണം. ആ ഈ വെള്ളത്തിൽ തന്നെ കുറച്ച് നേരം നന്നായിട്ട് തന്നെ തിളച്ച് വരണം. എന്നിട്ട് മീൻ ഇട്ടതിന് ശേഷം നമുക്ക് എന്താക്കാം, മീൻ നന്നായിട്ട് വേവാൻ വേണ്ടി ശ്രമിക്കണേ. നമ്മളെടുത്ത മീനെന്ന് വെച്ചാൽ കണയംപാര മീനാണ്. അതായത് കണയംപാര എന്നൊക്കെ പറയില്ലേ, കണയൻ, ആ മീനാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ മീൻ മുഴുവനായിട്ടും അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണേ. നന്നായിട്ട് അത്യാവശ്യം വേവുള്ള മീനാണിത്. അപ്പോൾ നിങ്ങൾ എന്താക്കുക, ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് വേവാൻ വേണ്ടി തന്നെ വെക്കണേ. അപ്പോൾ നമ്മളെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മളെ മീനൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് പൊന്തിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും മീൻ വെന്തിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ. നമ്മളെ മീനൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളത് ഈ തേങ്ങ അരപ്പും കൂടി ചേർത്ത് കൊടുത്താൽ നമുക്ക് കറി താളിച്ച് വാർന്നാൽ നമ്മളെ കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ മസ്റ്റ് ട്രൈ ആണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ തേങ്ങ പാർന്നെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അതിനനുസരിച്ച് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് തിള വരുന്നവരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അത്യാവശ്യം നല്ലോണം തന്നെ തിള വന്നോട്ടെ. എന്നാലും നമ്മൾ തേങ്ങയൊക്കെ അത്യാവശ്യം വെന്ത് കിട്ടും. തേങ്ങ ഒന്ന് പതച്ചാൽ വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇതാ ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിള വന്നതിന് കേട്ടോ. ഇനി നമുക്കത് മൂടി വെക്കാം. എന്നിട്ട് നന്നായിട്ട് താളിച്ച് വെച്ചതിന് ശേഷം നമുക്ക് കറി കൂട്ടാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മൾ താളിച്ച് വെച്ചതാണിത്. അത് വീഡിയോ സ്കിപ്പായിപ്പോയി. അപ്പോൾ നിങ്ങൾ എന്താക്കുക, കുറച്ച് കുഞ്ഞുള്ളി, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഉലുവയും, ഇത് 3 മാത്രമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. കണ്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.